അറിയാൻ കുറച്ച് ലേറ്റായെങ്കിലും ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഷെരീഫ് ഉസ്താദിന്റെയും വിഘ്നേഷിന്റെയും ആത്മാർത്ഥതയിലുള്ള ബഹുമാനത്തിനിപ്പുറം രൂപപ്പെടുന്ന സ്നേഹത്തെക്കുറിച്ച് പഠിക്കാൻ ഞാൻ തയ്യാറായി. അച്ഛനമ്മമാരുടെ ഏക മകനായിരുന്നു വിഘ്നേഷ്. വളരെയധികം വാത്സല്യത്തോടു കൂടെയാണ് ആ പൊന്നുമോനെ ആ അമ്മയും അച്ഛനും വളർത്തിയത്. വിഘ്നേഷിനാവട്ടെ തന്റെ കളിച്ചു നടക്കുന്ന ബാല്യകാലത്തിൽ ഫ്രണ്ട്സുകളും കൂട്ടുകാരും കൂടപ്പിറപ്പുകളും കുറവായിരുന്നു. അച്ഛനും അമ്മയുമായിരുന്നു അവന്റെ കൂട്ടുകാരന്മാർ. ജീവന് തുല്യം സ്നേഹിക്കുന്ന അച്ഛനും അമ്മയും എന്റെ കയ്യിൽ അവനെ ഏൽപ്പിച്ചിട്ട് നീ കൊണ്ടുപോയിക്കോളൂ എന്നുള്ള ഷെരീഫ് ഉസ്താദിന്റെ വാക്കുകൾ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി. വിഘ്നേഷിന്റെ അച്ഛനും അമ്മയും അവനെ എനിക്ക് തന്നു എന്നുള്ള ഷെരീഫ് ഉസ്താദിന്റെ വാക്കുകൾ പറയാതെ പറയുന്നത് അവർ എനിക്കൊരു കുഞ്ഞനിയനെ തന്നെ തരുകയായിരുന്നു എന്നല്ലേ. വിഘ്നേഷിന് വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഷെരീഫ് ഉസ്താദ് അവനെ കളിക്കാൻ കൂട്ടുന്നത്. തന്റെ കയ്യിലുള്ള സ്വന്തം ക്രിക്കറ്റ് കിറ്റ് വിഘ്നേഷിന് കൊടുത്തിട്ട് പല മൈതാനങ്ങളിലേക്കും അവനെ കളിക്കാൻ കയ്യും പിടിച്ചു കൊണ്ടുപോയി. ചൈനാമാൻ ബൗളിങ്ങിലേക്ക് അവനെ വഴിതിരിച്ചു വിട്ടു. പള്ളിയിലാകുന്ന സമയങ്ങളിലെല്ലാം തന്റെ കുഞ്ഞനിയന് വേണ്ടി ആ ഉസ്താദ് പ്രാർത്ഥിക്കാനും മറന്നില്ല. മുസ്ലിം മതവിശ്വാസിയായ ഷെരീഫ് ഉസ്താദിനെ സ്നേഹപൂർവ്വം വിഘ്നേഷ് ഷെരീഫ് ചേട്ടാ എന്ന് വിളിച്ചു. വിഘ്നേഷ് എന്ന കൊച്ചു പയ്യനെ മുംബൈ ഇന്ത്യൻസ് IPL തങ്ങളുടെ ടീമിലേക്ക് കരസ്ഥമാക്കിയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു. അന്ന് തന്നെ താരമായ വിഘ്നേഷ് സകല ചാനലുകളോടും തുറന്നു പറഞ്ഞിരുന്നു, എന്നെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്കും ക്രിക്കറ്റ് മൈതാനങ്ങളിലേക്കും കൈ പിടിച്ച് നടന്നത് ഷെരീഫ് ചേട്ടനായിരുന്നു. പക്ഷേ ഷെരീഫ് ചേട്ടനെ ആരും കണ്ടില്ല. IPL തന്റെ ആദ്യ മത്സരത്തിന് ഉഗ്രൻ സ്പെല്ലറിന് വിഘ്നേഷ് താരമായി. അതിനു പിന്നാലെ എല്ലാവിധ ചാനലുകളിലും മീഡിയകളിലും വിഘ്നേഷ് താരമായി മാറിയിരുന്നു. അച്ഛനെയും അമ്മയെയും സുഹൃത്തുക്കളെയും കോച്ചിങ് സ്റ്റാഫുകളെയും എല്ലാം ഞാൻ കണ്ടു. പക്ഷേ ഷെരീഫ് ചേട്ടൻ എന്ന ആ മുഖം മാത്രം ഞാൻ കണ്ടില്ല. വിഘ്നേഷിന്റെ അയൽവാസിയായ ഷെരീഫ് ഉസ്താദിന് 5 or 6 കാലുകൾ മുന്നോട്ട് വെച്ചാൽ പല ക്യാമറകൾക്ക് മുന്നിലും ഒപ്പിയെടുക്കാനുള്ള അവസരം സൃഷ്ടിക്കാമായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ ആർക്കും മുഖം കൊടുത്തില്ല. അവസാനം മീഡിയക്കാരും മാധ്യമങ്ങളും ഷെരീഫ് ഉസ്താദിനെ കാണാനെത്തി. അപ്പോഴും അദ്ദേഹം മടിയോടെ മാറി നിൽക്കുകയായിരുന്നു. തന്റെ മുന്നിലെത്തിയ മീഡിയക്കാരോട് ഉസ്താദ് പറഞ്ഞ വാക്കുകളാണ് എന്നെയും ചിന്തിപ്പിച്ചത്. അവൻക്ക് വലിയ മനസ്സുള്ളത് കൊണ്ടാണ് അവൻ എന്നെ കുറിച്ച് സംസാരിച്ചത്. ഞാൻ പോലും അവൻക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ മറന്നുപോയിരുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ തീർത്തും അത്ഭുതപ്പെട്ടുപോയി. ഇത്രയേറെ സൗമ്യമായ നിസ്വാർത്ഥമായ മനോഭാവം വെച്ചു പുലർത്തുന്നത് മനുഷ്യ സാധ്യമാണോ? വിഘ്നേഷ് ഇനിയും ഉയരങ്ങൾ കീഴടക്കും. പക്ഷേ ഷെരീഫ് ഉസ്താദിനെ പോലൊരു ജ്യേഷ്ഠ സഹോദരനെ സമ്പാദിച്ചതാണ് വിഘ്നേഷിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. പ്രിയപ്പെട്ട ഷെരീഫ് ഉസ്താദ്, അല്ലേലും ഭംഗിയുള്ള എന്തോ ഒന്ന് നിങ്ങളിലുണ്ട്. എത്ര സുന്ദരമായിട്ടാണ് വിഘ്നേഷ് എന്ന കൊച്ചു പയ്യനെ നിങ്ങൾ സ്നേഹിച്ചത്. ഷെരീഫ് ഉസ്താദിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമായിരുന്നു. ജീവിതത്തിൽ നിങ്ങൾ 2 കാര്യങ്ങൾ മറന്നുകളയണം. ആ 2 കാര്യങ്ങളിൽ ഒരു കാര്യം ഷെരീഫ് ഉസ്താദിലുണ്ടായിരുന്നു. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മറന്നുകളയണം. ചെയ്ത അനുഗ്രഹങ്ങൾ വാമൊഴി പറഞ്ഞു നടക്കാതെ അടുത്ത അനുഗ്രഹം ആർക്ക് വേണ്ടി ചെയ്യുമെന്നതിനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങളെ തന്നെ തേടിയെത്തും. മാധ്യമങ്ങൾക്ക് മുമ്പിലും മറഞ്ഞു നിന്ന ഷെരീഫ് ഉസ്താദിനെ തേടി വിഘ്നേഷിന്റെ വാക്കുകൾ തന്നെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയാണ് അനുഗ്രഹങ്ങൾ ചെയ്യുക. ആരുമറിയാതെ അതിന്റെ കടപ്പാടുകൾ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുക തന്നെ ചെയ്യും.